ഞാൻ ഡോക്ടർ സ്മിത വിനു, ഗ്രീൻമെഡ് വെയ്റ്റ് മാനേജ്മെൻറ്റ് ക്ലിനിക് അടൂർ. ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം എന്നത് പലരുടെയും സംശയമാണ്. എന്നാൽ മുട്ട കൊളസ്ട്രോൾ കൂട്ടും എന്ന വിശ്വാസത്താൽ മുട്ടയെ തന്നെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചവരും ഉണ്ട്. ഈ കൊളസ്ട്രോൾ നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനത്തിനും ഹോർമോൺ ഉൽപ്പാദനത്തിനും സെല്ലുലാർ ഫങ്ഷൻസിനും നെർവസ് സിസ്റ്റം ഫങ്ഷൻസിനും വളരെ ആവശ്യമാണ്. മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ 10% കൊളസ്ട്രോളേ ലഭിക്കുന്നുള്ളൂ. ബാക്കി 90% ആവശ്യമെങ്കിൽ കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കൊളസ്ട്രോളിനെ ഒരു ശത്രുവായി കാണേണ്ടതില്ലല്ലോ. ഇനി ധൈര്യമായി പോഷകങ്ങളുടെ കലവറയായ മുട്ട കഴിച്ചോളൂ. ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം എന്നത് ഒരാളുടെ പ്രായത്തെയും ആരോഗ്യത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശരാശരി ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ 8 മുട്ട വരെ കഴിക്കാം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ദിവസം 3 മുട്ട വരെ കഴിക്കാം. പ്രായപൂർത്തിയായ ഒരാൾക്ക് ദിവസം 2 മുട്ടയും കുട്ടികൾക്ക് ദിവസം 1 മുട്ടയും കഴിക്കാം. എന്നാൽ ഉയർന്ന കൊളസ്ട്രോളോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ഉള്ളവർ അവരുടെ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഡെയിലി ഇൻടേക്ക് അനുസരിച്ച് വേണം മുട്ടയുടെ എണ്ണം കൂട്ടേണ്ടത്. അവർ ആഴ്ചയിൽ 3 മുട്ടയായി പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത്. എന്നാൽ പ്രോട്ടീൻ ആവശ്യമുള്ള നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നവർ, അതായത് ബോഡി ബിൽഡേഴ്സിന് മുട്ടയുടെ എണ്ണം നല്ല രീതിയിൽ കൂട്ടാം. വെള്ളയാണ് അധികമായി അവർ കഴിക്കേണ്ടത്. 8 മാസത്തിനും 12 മാസത്തിനും മധ്യേ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ 3-4 തവണ മുട്ടയുടെ മഞ്ഞ നൽകാം. 1 വയസ്സിനും 2 വയസ്സിനും പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ 3-4 തവണ മുട്ടയുടെ വെള്ള ഉൾപ്പെടെ നൽകാം. മുട്ട അമിതമായി കഴിക്കുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അമിതമായി മുട്ട കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനില കൂടുകയും മലബന്ധമുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കുട്ടികൾക്ക് അമിതമായി മുട്ട കൊടുക്കുകയാണെങ്കിൽ വയറിളക്കത്തിന് കാരണമാകുന്നു. അതിനാൽ എല്ലാവരും മിതമായ തോതിൽ മുട്ട ഉൾപ്പെടുത്തൂ, ആരോഗ്യം വീണ്ടെടുക്കൂ.